ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് ഉലുവട്ട. ഉലുവ പായസാക്കി കണ്ട ഉലുവ വേവിച്ച് പിന്നെ അലീസാക്കി കണ്ട എങ്ങനെയായാലും കഴിക്കേണ്ട ഏറ്റവും നല്ലതാണ്. ഒന്നാമത്തത് ഊരവേദന, ഷോൾഡർ വേദന, പുറം വേദന, അങ്ങനെയൊക്കെയുള്ള വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ അത്. അപ്പം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഉണ്ടാക്കി കഴിക്കലുണ്ട്. അപ്പം അതിനുള്ള ഗുണം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചിലർക്ക് മുറ്റടിക്കാൻ വയ്യ, കുമ്പിടാൻ വയ്യ, കുനിയാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ നല്ലതാട്ടാ ഈ കർക്കിടക മാസത്തിൽ ഉലുവ വെച്ച് കുടിക്കൽ. അത് പിന്നെ അതിൻ്റെ ടിപ്പുകളും ട്രിക്കുകളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കി. നമ്മൾ പിന്നെ പഠിച്ചോ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞതിന് ഒരു തെറ്റില്ല കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നമുക്ക് ഊരവേദന എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവലില്ല. പിന്നെ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടാവുമെന്നല്ലാതെ സ്ഥിരമായിട്ട് നമുക്ക് മുറ്റടിച്ചിട്ടാ പിന്നെ വിറക് കൊത്തും കല്ലുമ്മലിട്ട് തിരുമ്പും അലക്കും അതിനൊന്നും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൊല്ലത്തിൽ ഇതുണ്ടാക്കി കഴിക്കലുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇന്ന് അതിനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതാ ഒരു ഗ്ലാസ് ഉലുവ നല്ല കഴുകിങ്ങാണ്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അങ്ങനെ കേട്ടോ ഏറ്റവും നല്ലത്. രാത്രി വെള്ളത്തിൽ കുതിർത്തുകാണ്ട് രാവിലെ അത് അടുപ്പത്ത് വെക്കേണ്ട കേട്ടോ ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും ഫലം ചെയ്യൽ. അപ്പോൾ അതാ നമ്മൾ ഒരു ഗ്ലാസ് ഉലുവയാണ് എടുത്തുക്കേണ്ടത്. 3 ദിവസമായിട്ടാട്ടത്ത് കുടിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചുകാണ്ട് ഇപ്പോൾ 3 ദിവസം ഇപ്പം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കി വെച്ചുകാണ്ട് നമ്മൾ ഇന്ന് കുടിച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ പിന്നെ നന്നായിട്ട് എടുത്ത് വെക്കുക. അങ്ങനെയായിട്ട് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ ഒരു 2-3 പ്രാവശ്യമായിട്ട് കഴുകിങ്ങാണ്ട് ഇനി നല്ല വെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കട്ടോ. ഇതുവരെ നല്ല വെള്ളം കൊണ്ട് തന്നെയാണ് കഴുകിയത്. അപ്പോൾ ഇതോടൊക്കെ തന്നെയാണ് നമ്മൾ തീമൽ വെക്കൽ. ഇനി ഈ വെള്ളം ഒന്നും ഒഴിവാക്കില്ല. അപ്പോൾ അത് കുതിരാൻ മാത്രമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചുകാണ്ട് നമ്മൾ അവത്തേക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ രാത്രിയാണെന്ന് അറിഞ്ഞോട്ടെ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇങ്ങനെയുണ്ട് വീഡിയോ കാണിച്ചതാണ്, ഫോൺ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എടുത്തു കൊണ്ടുവന്നാണിത്. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ നല്ലതായിട്ട് കുതിർന്നിക്കണം കേട്ടോ. കണ്ടില്ല, നല്ലതായിട്ട് കുതിർന്ന് അതിൻ്റെ വെള്ളമൊക്കെ കണ്ടില്ല, മഞ്ഞ വെള്ളം അയക്കണേ. അപ്പം ഇനി നമ്മളിത് അടുപ്പത്ത് വെക്കാനുള്ള പരിപാടിയാണ്. അതിന് കുക്കറിൽ വെക്കണമെങ്കിൽ കുക്കറിൽ വെക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് മൺചട്ടിയിലൊക്കെ ആയിട്ടാണ് വെക്കേണ്ടത്. നമ്മളൊരു പിന്നെ ഒരു മരുന്നുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇതിൽ വെക്കുമ്പോൾ അത് ഏറ്റവും ഹെൽത്തി ആവില്ല. അപ്പോൾ നമ്മൾ അടുപ്പും ഇതൊക്കെ നമുക്കുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചെമ്പ് വെള്ളമൊക്കെ തിളപ്പിച്ച് അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് പിടിച്ചതിൻ്റെ ശേഷം വെച്ച് കൊടുക്കണം കേട്ടോ. അല്ല എന്താണെന്ന് വെച്ചാൽ ഉലുവ കല്ലിച്ചാൽ പിന്നെ ഉലുവ വേവൂല. അപ്പോൾ അടുപ്പൊക്കെ ശരിയാക്കിയതിൻ്റെ ശേഷം നമ്മളിതാ മൺചട്ടിയൊക്കെ കൊണ്ടുവന്ന് കാണ്ട് നമ്മൾ ഇച്ചലിക്കന്നെ ദായിക്കൊണ്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിക്ക് പിന്നെ അടുപ്പത്ത് ഇടുകയാണ്. അപ്പോൾ നല്ല കത്തണുണ്ട്. അപ്പോൾ ഞാനിവിടെ തന്നെ ഇങ്ങനെ നിന്നുകാണ്ട് തീയൊക്കെ നല്ല ഉഷാറാക്കുകയാണ്. എന്താ വെച്ചാൽ ഉലുവ കല്ലിക്കാൻ പാടില്ല, കല്ലിച്ചാൽ പിന്നെ വേവൂല. അപ്പോൾ ഇതാ നമ്മൾ അതൊക്കെ നന്നായി കത്തിച്ചിക്കണേ. അപ്പം നമ്മളിതിക്ക് ഇനിയും ഓരോരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു പകുതി വേവായതിൻ്റെ ശേഷം ഞാനിതാ എൻ്റെ കൈപ്പൊടിക്ക് ഒരു പൊടി കുറിയ അരി ഇട്ടാ, നെല്ലുത്തിയ അരിൻ്റെ കുറിയ അരി. അതിന് നവരനെല്ലിൻ്റെ ഇതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. നവരനെല്ലിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കലക്കി കൊടുക്കുക. അതൊക്കെ ഏറ്റവും ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളെടുത്താൽ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കുറിയരി അണിട്ടതിക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇത് അടുപ്പത്ത് വെക്കുമ്പോൾ ചിലവിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ഞാൻ ചെറിയ ഉള്ളി ഇതിലിട്ടിട്ടില്ല, നമുക്കിനി വറവിടാന്ന് വിചാരിച്ച് കണ്ടിട്ടാ. അപ്പോൾ ചെറിയ ഉള്ളി ഇടുകയാണെങ്കിൽ അതും ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉലുവ ഒരു പകുതി വേവായതിൻ്റെ ശേഷം അപ്പോൾ ആദ്യം തന്നെ കുറിയരി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പണക്കാരം, അതുകൊണ്ട് അരി വെന്തില്ലാന്ന് ഉലുവ കല്ലിച്ചിട്ട് ചെയ്യും. അപ്പോൾ വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പകുതി വേവായതിൻ്റെ ശേഷം ഞാനിതേക്ക് അരി ഇട്ട് കൊടുത്ത് അപ്പം ഇനി ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ. അപ്പം നമുക്ക് അതിക്ക് തേങ്ങാപ്പാലാട്ടോ വേണ്ടിയത്. തേങ്ങാപ്പാൽ നല്ല വേണം. തേങ്ങാപ്പാലാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കലും. അതിൻ്റെ ഉലുവ ചൂടാണല്ലോ, അപ്പോൾ അതിന് പിന്നെ ഒരു തണുപ്പ് കൊടുക്കണമെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉലുവ വെന്തിക്കണം, നല്ല ഉഷാറായിട്ട് വെന്തിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പം ഇനി ലേശം ഒരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പാട്ടാ. അപ്പോൾ ഇതാ നമ്മൾ നല്ല പഞ്ചക്കരയാണ്. അതിന് നല്ല ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, കച്ചറയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ നല്ല ചതുക്കിക്കാണ്ട് പൊടിച്ചുകാണ്ട് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങൻ്റെ ഒരു 1.5 തേങ്ങൻ്റെ പാലുണ്ട്, അതിൽ 2ാം പാലാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ അത് ഒഴിച്ച് കൊടുക്കുകയാണ് 2ാം പാൽ. അപ്പം ഞാൻ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നല്ല മഴയുള്ള സമയത്താട്ടെ ഏറ്റവും നല്ലത്. ഞാൻ ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിട്ടാ അടുപ്പത്ത് വെച്ചപ്പോൾ, പിന്നെ അങ്ങനെ വെയിലറച്ചാൻ വന്നിക്കണേ. അപ്പോൾ മഴയുള്ള സമയത്താണ് ഇത് നമുക്ക് നല്ല തടിക്ക് പിടിക്കൽ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 3 ദിവസം കുടിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടലിട്ടാ. അപ്പോൾ അതാ നമ്മൾ 1-ാം പാലാണ് ഇട്ടത്. അപ്പോൾ അത് തിളച്ചതിന് ശേഷം ഞാനിതാ 1-ാം പാല് ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ ഇത് നല്ലൊരു മരുന്നാന്ന് നമുക്ക് തോന്നിയിരിക്കുന്നത്. എന്താ വെച്ചാൽ ഞാനൊരു 10-15 കൊല്ലമായിക്കണം കേട്ടോ കുടിക്കൽ തുടങ്ങിയിട്ട്. ഇവിടെ ഉമ്മ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ അത് കണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കൽ തുടങ്ങിയപ്പോൾ ഞാനും ഉണ്ടാക്കും. അപ്പോൾ എല്ലാവരെ കൊണ്ടും കുടിപ്പിക്കും ചെയ്യട്ടാ, കുട്ടികളെ കൊണ്ടും കാക്കാനെ കൊണ്ടും ഒക്കെ കുടിപ്പിക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം എന്നല്ല, മരുന്നാണെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും കുടിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പായസത്തിൻ്റെ ഒക്കെ മാതിരി തന്നെ തേങ്ങാപ്പാലല്ലേ. അപ്പോൾ തേങ്ങാപ്പാൽ ഒന്ന് കണ്ടെടുക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ കണ്ട് കൊടുക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരവേദന, ഷോൾഡർ വേദന, പുറം വേദന അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കേണ്ടി നല്ല ശമനം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇനി നല്ലൊന്ന് വറവിടണം. അപ്പോൾ ഈ നല്ല 6 kg നെയ്യ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 kg നെയ്യ് തന്നെ കേട്ടോ ഏറ്റവും നല്ലത്. ഇനി പശു നെയ്യ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെന്ന് വെച്ചെടുക്കുക. അതിഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നല്ല കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി, അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഒന്നും ആദ്യം കൂട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തുക്കണേ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചുകാണ്ട് നമ്മൾ ഇതിക്ക് പോയി അതിൽ നിന്ന് ഇതിക്ക് എടുത്തുകാണ്ട് ഒഴിച്ചിട്ടാണ്. അപ്പം നമ്മൾ ചൂടാക്കാനൊക്കെ സുഖമല്ലേ എന്ന് വിചാരിച്ചുകാണ്ട് അതിങ്ങോട്ട് ഒഴിക്കേണ്ടത് ക്യാമറയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ മൺചട്ടിയിൽ നിന്ന് ഈ ചട്ടിക്ക് ആക്കി. അപ്പം ഇനി ചട്ടി കൈക്ക പോരുമെന്നൊരു പേടിയിട്ടാ, ചട്ടി നിറച്ചുണ്ടേനു. അപ്പോൾ ഇതാ നമ്മൾ അതൊക്കെ സെറ്റായി വന്നിക്കണേ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പിന്നെ ഒന്ന് തുറന്ന് നോക്കിയതാട്ടോ. അപ്പോൾ വറവിൻ്റെ സ്മെല്ലൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. അപ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അപ്പം പിന്നെ കാക്ക 11 മണിക്കാട്ടത്. 11 മണിക്കാവുമ്പോൾ അപ്പം നമുക്ക് നല്ലൊരു വയറൊക്കെ ഒന്ന് കാലിയായി നമുക്കൊന്നൊരു വിശക്കണ ഒരു നേരമുള്ള അപ്പോഴാട്ടെ ഏറ്റവും നല്ലത്. ചോറുന്നതിൻ്റെ ശേഷം ഒന്ന് കുടിക്കണക്കാട്ടി നല്ലത് വയറ് കാലിയാണ് സമയത്താട്ടെ നല്ലത്. അപ്പോൾ ഞാൻ കാക്ക കൊണ്ടുപോയി കൊടുക്കുകയാണ്. പിന്നെ വൈകുന്നേരൻ്റെ മോള് വന്നതിന് ശേഷം ഓക്കൊക്കെ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുടിക്കലും ഉമ്മ കുടിക്കലൊക്കെ കഴിഞ്ഞ് കിട്ടാ. അപ്പോൾ മോക്ക് ഞാൻ പിന്നെ വിളമ്പി കൊടുക്കുകയാണ്. മോക്കും മോനിക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും പിന്നെ ഇങ്ങനത്തെ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുടിച്ച് നോക്കേണ്ടി. അത് നല്ല മഴയുള്ള സമയത്ത് അങ്ങനെ ചെയ്തോളി. കർക്കിടകത്തിൽ തന്നെ വെയിൽ വറച്ചല്ലോ, മഴയുള്ള സമയത്താണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഞാനിതാ 2 ദിവസത്തിനുള്ളത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ. അപ്പോൾ 3 ദിവസമായിട്ട് നമ്മളിത് കഴിക്കണം. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ടി. ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.